പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ദുഃഖിതനാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഞാൻ ഇന്ന് വിദഗ്ധ ചികിത്സക്കായിട്ട് ആശുപത്രിയിലേക്ക് അയക്കുക. എൻ്റെ കൂടെ എപ്പോഴും ഞാൻ കരുതുന്ന ഒരു ബ്ലോഗർ എന്നില്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ഈ മൈക്ക്, DJയുടെ മൈക്ക്. വളരെ വിഷമമുണ്ട്. ഒരാഴ്ച ഇതിനോട് പിരിഞ്ഞിരിക്കുന്നത് ആലോചിക്കുമ്പോൾ. ഇതിനുള്ളിലുള്ള ഈ മൈക്കിന് ഭക്ഷണം കൊടുക്കുന്ന ഈ അഡാപ്റ്റർ വർക്ക് ചെയ്യുന്നില്ല. കുറേ തപ്പിയിട്ടാണ് ഇതിൻ്റെ അഡ്രസ്സ് കിട്ടിയത്, ഇതെങ്ങോട്ടാണ് അയക്കേണ്ടതെന്ന്. DJൻ്റെ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സർവീസ് സെൻറ്ററുകളുടെ അഡ്രസ്സൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആരും പെട്ടുപോകരുത്. ഒരു പ്രാവശ്യം ഞാൻ പെടാൻ ശ്രമിച്ചെടുത്തുനിന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ട് ഇടുന്നത്. DJൻ്റെ ഒറിജിനൽ സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുക്കണം. അത് ഡൽഹിയിലുള്ള ആനിയ എൻ്റർപ്രൈസസ് ആണ്. ഈ ആനിയ എൻ്റർപ്രൈസസിൽ അതിൻ്റെ അഡ്രസ്സ് ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അവിടേക്ക് മാത്രമേ അയച്ചു കൊടുക്കാൻ പാടുള്ളൂ, മറ്റൊരു സ്ഥലത്തേക്കും അയച്ചു കൊടുക്കരുത്, പണിയാവും. ഇതുപോലെ തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ കമ്പനികളുടെ സർവീസ് സെൻറ്ററുകൾ വളരെ ഫേക്ക് ഐഡിയിൽ നമ്മളെ ക്രെഡിറ്റ് കാർഡ് നമ്പറും നമ്മുടെ അക്കൗണ്ടൊക്കെ അടിച്ചു മാറ്റുന്ന രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഒരു മൈക്കോ എന്തെങ്കിലുമൊക്കെ കേടായി കഴിഞ്ഞാൽ DJൻ്റെതാണെങ്കിലും Insta360 ആണെങ്കിലും നമ്മൾ വേഗം പോയി നെറ്റിൽ അടിച്ച് നോക്കും. അവസാനം അങ്ങനത്തെ ഫേക്കിലേക്ക് പോയി പെട്ടുപോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ DJൻ്റെ മൈക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് അതിന് പിരിഞ്ഞ് നിൽക്കാൻ തന്നെ തോന്നുന്നില്ല. കാരണം എന്താ അറിയോ, ഇത് നമ്മളെ ഫോണിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാം, നല്ല ക്വാളിറ്റി സൗണ്ട് കിട്ടും, എല്ലാം കിട്ടും. എൻ്റെ അടുത്ത് വേറെ എത്ര മൈക്ക് ഉണ്ടെങ്കിലും ഈ ഒരു മൈക്കിനോളം എനിക്ക് ഉപകാരമുള്ള ഒരു മൈക്ക് ഉണ്ടല്ലോ. ഏതായാലും ഞാൻ സർവീസ് സെൻറ്ററിലേക്ക് അയക്കുകയാണ്. സർവീസ് സെൻറ്ററിന് പ്രശ്നമല്ല, നമുക്ക് ഒരു വർഷത്തേക്കുള്ള വാറണ്ടിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ പറയാം. ആരും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകം ശ്രദ്ധിക്കണം. സർവീസ് സെൻറ്ററിൻ്റെ അഡ്രസ്സ് നിങ്ങൾ നെറ്റിൽ നിന്ന് തപ്പിയെടുക്കുമ്പോൾ അത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് ശരിക്കും തപ്പി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പണി പാളുക കേട്ടോ.